ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായില്ലേ. ഒരുപാട് തിരക്കിലേനും ഒരുപാട് ഓട്ടത്തിലൊക്കെ ആയിരുന്നു. ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലുണ്ടല്ലോ, അതിൽ കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കേനും. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലാണുള്ളത്. ഇന്ന് ഈ വീട് പൊളിക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, വീട് പൊളിക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ എത്തും. അതാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും നോമ്പല്ലല്ലേ വരുന്നത്. ഇത് പൊളിച്ചിട്ട് അങ്ങ് വേറെ വീടാക്കാം നമുക്ക് അല്ലേ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതാ നല്ലേ. ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ചെറുങ്ങനൊന്ന് കാണിച്ചു തരാം. എല്ലാം സെറ്റാക്കി പോയതാണ്. എന്നിട്ട് പിന്നെയും കച്ചറയും കാര്യങ്ങളൊക്കെ ആണ്. ഈ കാർപ്പറ്റൊക്കെ ഇന്നങ്ങ് മാറ്റണം കേട്ടോ. ഇവിടെ ഒക്കെ പുല്ല്. ഇതെന്താ ചെയ്യുക? ഇൻ്റർലോക്ക് ഇടാല്ലാണ്ട് വഴിയില്ല. നമ്മളെ കിളിക്കൂടിൻ്റെ അവസ്ഥ ഇതാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ പണിയൊക്കെ ചെയ്യാനുണ്ട്. ഇവിടുത്തെ വെള്ളം കുടിക്കാത്തതുകൊണ്ട് ബോട്ടിൽ വെള്ളം ഇങ്ങനെ വാങ്ങിയിട്ടുള്ള കുപ്പികളാണ് ഇതൊക്കെ. ആക്രിക്കാർക്ക് കൊടുക്കണം. ആദ്യമാണ് ഞാൻ തന്നെ എടുത്ത് വിൽക്കുകയും. ഈ ഭാഗം തേച്ചിക്കൊന്നുമില്ല, അതൊക്കെ ചെയ്യണം. കാർപ്പറ്റ് മാറ്റണം. നോമ്പിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഒക്കെ വേഗം ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മളെ ഈ വീടുണ്ടല്ലോ, ഈ വീട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലാനിങ്ങും കാര്യമൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് ഒരു കറക്റ്റ് ഒരു എൻജിനീയറെ വെച്ച് പ്ലാൻ വരച്ചെടുത്ത വീടൊന്നുമല്ല. വാടക വീട്ടിൽ നിന്ന് മാറുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം അതിന് അന്നേരമേ ഉള്ളൂ. ഒരു പക്ഷേ അന്നേരം യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ വീടെടുക്കാനൊക്കെ പറ്റുമെന്നല്ലേ. പിന്നെ അതായത് ആരെങ്കിലുമൊക്കെ കൂടുതൽ ഐഡിയാസൊക്കെ പറഞ്ഞു തരുന്നു. അന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ലേനല്ലോ. അപ്പോൾ നമുക്ക് വാടക വീട്ടിൽ നിന്ന് മാറുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയ ഒരു സമയത്ത് ജസ്റ്റ് ഒരു വെച്ചുകെട്ടൽ പോലെ കെട്ടിയിട്ട് ഗവൺമെൻറ്റിൽ മറ്റേ വീടിൻ്റെ ഇതുണ്ടല്ലോ, അതിന് അപേക്ഷിക്കാമെന്നൊക്കെ വിചാരിച്ച് ആ ഒരു പ്ലാനിൽ എടുത്തതായിരുന്നു. പിന്നെ എടുത്ത് വന്നപ്പോൾ രണ്ടും അല്ലാത്ത അവസ്ഥയായി. അതായത് പിന്നെ വലിയ വീടുമല്ല ചെറിയ വീടുമല്ല എന്നുള്ള അവസ്ഥയായി. ഉള്ളിലൊക്കെ ഇപ്പോൾ പുറമേ ഉള്ള ഈ ഒരു ഇതേ ഉള്ളൂ. ഉള്ളിൽ നല്ല അടിപൊളിയാണല്ലോ, ടൈൽസും മാർബോണൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാണല്ലോ. 2 റൂമാണെങ്കിലും ഉള്ളതൊക്കെ നല്ലൊരു വൃത്തിക്കായിക്കല്ലോ. അപ്പോൾ ഇത് രണ്ടും അല്ലാത്ത അവസ്ഥയായപ്പോൾ ഗവൺമെൻറ് ഇതൊന്നും കിട്ടുകയില്ല, ബാർക്കൊക്കെ അതും ചെയ്തൊക്കെ വന്നിട്ട് അങ്ങനെ ഒന്നുമല്ലാത്ത അവസ്ഥയായി. അപ്പോൾ അങ്ങനെയാണ് ഈ വീട് കേട്ടോ. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ എന്താ പറയുക, ഇത് നമ്മളൊരു ചില വീടുകളിനോട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഒരു ഇതുണ്ടാവുമല്ലോ. നമ്മൾ ഏറ്റവും കഷ്ടപ്പെട്ട സമയത്ത് ഏറ്റവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, ഓരോ ചാക്ക് സിമെൻറ്റ് വാങ്ങുന്ന ഒരു അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഹെൽപ്പൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പോൾ മിന്നുവിൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാനും അന്നേരം മാക്സി വിൽക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ അതിന് അത്രയും സ്ട്രഗിളിലൂടെ കടന്നു പോയി ഉണ്ടാക്കിയ വീടാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ മാറുന്നതിനനുസരിച്ച് സൗകര്യങ്ങളും ഇങ്ങനെ എല്ലാവരും മാറ്റുമല്ലോ. പക്ഷേ നമ്മളിതുവരെ ഇത് വേറൊരു വീടിനെ പറ്റി ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് ഒരാഗ്രഹം മനസ്സിലുള്ളതെന്ന് വെച്ചാൽ മുമ്പിൽ ഇങ്ങനെ സ്ഥലമുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടില്ല, മുമ്പിൽ ഇങ്ങനെ സ്ഥലമുണ്ട്. ഇത് നമ്മളെ തന്നെ സ്ഥലമാണ്. അപ്പോൾ മുമ്പിലേക്ക് കുറച്ച് ഇങ്ങനെ കൂട്ടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കുറച്ച് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, വീട് അടിപൊളി സെറ്റപ്പ് ആക്കണം എന്നൊക്കെ. അപ്പോൾ അന്നേരം നമ്മൾ ഇത് പൊളിക്കാത്ത രീതിയിലേ ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഇതിൽ നമ്മൾ ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് നിൽക്കുന്നതാണ്. ഇതിനോട് ജോയിൻ്റ് ആക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഇതിന് മുകളിലെടുക്കാനൊന്നും പറ്റില്ല. കാരണം അന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് സിമൻറ്റ് കട്ട കൊണ്ടാണ് ഇതാക്കിയത്. പിന്നെ വെട്ടുകല്ല് കൊണ്ടാണ് തറ കെട്ടിയത്. 4 ഇഞ്ച് സിമൻറ്റ് കട്ടയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലെടുക്കാനുള്ള ബലമൊന്നും അതിനുണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള, എത്ര പൈസ ഇല്ലാത്ത അവസ്ഥയാണെങ്കിലും എടുക്കുന്ന സമയത്തുണ്ടല്ലോ 2 കാര്യം വളരെ ശ്രദ്ധിക്കണം. തറ നല്ല അടിപൊളിയായിട്ട് കെട്ടണം. ചുമരിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യരുത്. കാരണം പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. പൈസ മുകളിലെടുക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ നടക്കില്ല, ഇനി സ്ട്രോങ് ഉണ്ടാകുകയല്ല. അതാണ് ഞങ്ങൾക്കും പറ്റിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലെടുക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഇത് സ്ട്രോങ് ആക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് നോക്കണം. ഏതെങ്കിലും നല്ലൊരു എഞ്ചിനീയർമാരെ, കുറച്ച് മനസാക്ഷിയുള്ള ഒരു എഞ്ചിനീയർമാരെ കൊണ്ടുവരണം. അധികം ചാമ്പാത്ത നല്ല ഐഡിയാസ് ഉള്ള ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഇൻഷാ അല്ലാഹ് നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ പിന്നെ പൊളിക്കാനുള്ള ആളിപ്പം വരും കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ വീട് പൊളിച്ച് മാറ്റുകയാണ്. ഈ വീട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്ക്വയർ ഫീറ്റേ ഉള്ളൂ, 450 അങ്ങനെ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം ഈ താറപ്പായി കഴിച്ച് കളിയാം അല്ലേ. താറപ്പായി പിന്നെ ഇവിടെ മുകളിൽ റൂഫില്ലാത്തതുകൊണ്ട് മഴ ഇതെല്ലാം ആണ്ടാന്ന് വിചാരിച്ച് കെട്ടി. പക്ഷേ ഈ വീടിന് ഏറ്റവും പിന്നെ എന്താ പറയുക, അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്തുന്നത് ഈ താറപ്പായാണ്. അവിടെ നമുക്ക് ഷീറ്റ് ഇടണം വൈകാതെ തന്നെ. അതിനുള്ള പൈസ കൊണ്ടാക്കും. കറക്റ്റ് എന്തെങ്കിലും പ്രശ്നം വരും, പൈസ ചിലവാകും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഇടും. ഓല് മിന്നും കുഞ്ഞും വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ അങ്ങ് ഓരോന്നായിട്ട് ചെയ്യണം. ഇവിടെ ഒരു പടാപ്പറ ഉണ്ടാക്കണം. ആഗ്രഹങ്ങൾ ഇപ്പം നിങ്ങളോട് പറയുന്നതിനൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടൊരു പടാപ്പുറം ഇവിടെ അതൊക്കെയാണ് ആഗ്രഹം. ഇവിടെ ഇങ്ങനെ ഷീറ്റും
പിന്നെ ഇതാ ഇവിടെ ഒക്കെ ഇങ്ങനെ പിന്നെ ചേതി പോലെ ഇങ്ങനെ കെട്ടണമെന്നുണ്ട്. ഓക്കെ, പിന്നെ മുകളിൽ ഷീറ്റ് ഇട്ടാലും ഇവിടെ മാത്രമായിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ഇത് കൊടുത്തിട്ട് ഒരു ഓട് പോലെയൊക്കെ വെച്ചിട്ട് പക്ക ആ ഒരു ഇങ്ങനെ ഓരോന്നിങ്ങനെ അതൊക്കെയാണ് ആഗ്രഹങ്ങൾ. നടക്കുമ്പോൾ നടക്കട്ടെ. ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ കാർപ്പറ്റ് ഇന്ന് മാറ്റണം. കാരണം ഇത് വീട് എടുത്തേരുള്ളതാണ്. നല്ലോണം അടിച്ചു വരികയൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഓക്കെ, പിന്നെ ഈ കൊമ്പ് കൊത്തണം. കാറും ഒന്നും കാര്യമല്ല. ഇങ്ങനെ ഇതിൽ നല്ല അണ്ടിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ അണ്ടി വിറ്റൊന്നല്ലാതെ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ കൊമ്പ് കൊത്തുന്നതിനിപ്പോൾ അണ്ടി പോയിട്ട് കൊത്താമെന്ന് വിചാരിച്ചാൽ നടക്കുകയല്ല. പക്ഷേ ഇതിപ്പോൾ എങ്ങനെ ആരെക്കൊണ്ട് കൊത്തിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. അവർ ചങ്ങായി ഉണ്ടായിന് അപ്പുറത്ത്, പണിക്കോയി ഉണ്ടാവും. പണിക്കോയി വന്നിട്ടുണ്ടാവും. അവനോട് പറഞ്ഞവൻ കാര്യമായിട്ട് ആ ഒരു പീസ് ഉണ്ടല്ലോ അങ്ങ് കൊത്തിയാൽ ഒക്കെ അങ്ങ് ക്ലിയർ ആകുകയും. അപ്പോൾ ഫ്രണ്ട്സ്, വീട് പൊളിക്കാനുള്ള ആൾ എത്തിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. ശ്രീജ എന്നാണ് പേര്. ഷോർട്ടായിട്ട് എന്താ നിങ്ങളെ വിളിക്കുക? നിങ്ങളെ ഷോർട്ട് നെയിം എന്നാ? ശ്രീന്നാ വിളിക്കുക. പണ്ട് നമ്മൾ മാക്സി കച്ചവടം ചെയ്തിരുന്ന സമയത്ത് നമ്മളോട് മാക്സി ഒക്കെ വാങ്ങിയിരുന്ന ചേച്ചിയാണ് കേട്ടോ. അടവിന് മാക്സി വാങ്ങി. ആ മാക്സി ഇപ്പോൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? ഇപ്പോൾ ഉണ്ട്, പക്ഷെ അകം തുടക്കാനാണ് എടുക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ഒരു പരിചയം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ് കേട്ടോ. അപ്പോൾ വീട് ഫുള്ള് ക്ലീനാക്കുകയാണ്. എന്തായാലും നോമ്പൊക്കെ ആണല്ലോ, അപ്പോൾ കംപ്ലീറ്റ് എല്ലാം എടുത്ത് ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ്. ഓക്കെ, ഇതെന്താ ചേച്ചി കാണുന്നത്? കുറുമ്പാണോ അല്ലെ വേറെന്താണോ? ആണ് അത് തിന്നാൻ എന്തോ കൊണ്ടാച്ചത്, അതുകൊണ്ടാ ഇത്രയും ആൾക്കാരല്ലേ? പഞ്ചാരല്ല, എന്തോ അരിന്റെ എന്തോ ഉള്ളില് മൊത്തമുണ്ട്. മാത്രല്ല ഇതെല്ലാം തുറന്നു അതല്ല മറ്റേ എല്ലാം ഉണ്ട്. കുറുമ്പിന്റെ കല്യാണം കേട്ടിട്ടില്ല. എന്താ മൊത്തത്തിലുണ്ട്. അവിലോ എന്നായി എന്തോ ഇതിന്റെ ഉള്ളിലൊക്കെ പറ്റിയുണ്ട്. ഇതാ കുറച്ച് പുറത്ത് വരുന്നല്ലേ? കടിക്കൂല പക്ഷെ അത് ഇതാന്ന് ചോണല്ലേ? ചോണനല്ല, കുറുമ്പിന്റെ കൂട്ടാക്രമണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീചേച്ചി പൊരുതുകയാണ് ഇവിടുന്ന്. എന്തുമാതിരി വരുമ്പോ നോമ്പായി മക്കളെ, അടുത്ത നോമ്പിനേക്ക് പോയി. ഉയ്യന്റെ അമ്മേന്ന് എന്തെന്നാ ഇത് തീരുന്നില്ല ഇതില്ലേ? വിരിഞ്ഞു പോവാ അല്ലേ? അത് പാവോ അതിറ്റൊക്കെ എത്ര സ്ഥലമുണ്ട് ഇവിടെയാ കണ്ടേ? പാവോ നമ്മള് ഭീകരന്മാരാ അന്നേരം. കുറ്റിയിട്ട മുട്ടയാണ് തോന്നട്ടോ. എന്തെന്നാ ഇത്? ഇതാ അതിന്റെ മുട്ട. കണ്ടത്ത് പോയി വിരിയട്ടെ. ലൈക്ക് ആയിരുന്നു. ഇതാ ചേച്ചി കുറച്ച് ഗ്ലൂക്കോസ് കളിക്കി തരട്ടെ. എനിക്ക് 2 കൈ കൊണ്ട് ഈ ഉറുമ്പിനെ അടിച്ചു വരുമ്പോ ശാപം കിട്ടുമെന്ന്. നിങ്ങളൊരു ഉറുമ്പിനെ പോലും കൊല്ലയില്ല. നിങ്ങളെ പുരയിലൊന്നും അതിന്റെ കുറച്ച് മുട്ട കൊണ്ടുവരുന്നുണ്ട്. തീറ്റ കുറച്ച് എണ്ണത്തിന് നിങ്ങളവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് വേണ്ട, ഇവിടെ ഇനി ആവശ്യമില്ല. ഉറുമ്പിനെ കൊന്ന പാവം കിട്ടുമോ? കൊറിയർ അയച്ചു തരാം.
ഉറുമ്പില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ. അതെ അതെ, ഉറുമ്പില്ലാണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ആൾക്കാരുണ്ടാവുമല്ലോ. നാളെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. അത് തന്നെ. അപ്പോൾ ശ്രീ ചേച്ചി ഇവിടുന്ന് പൊരിഞ്ഞ പോരാട്ടാണ്. ഇതെല്ലാം വെട്ടി തിളങ്ങുന്നുണ്ട്. വെയിലടിച്ചിട്ട് ഇളങ്ങുന്നല്ലേ, അല്ലാണ്ട് കകിയതിൻ്റെതാണോ? നിങ്ങളെ വെട്ടിക്കൊന്നും ഇല്ല, ഉയ്യെന്ന് പറയണ്ട. ഞാൻ എൻ്റെ പാത്രം എടുത്ത അങ്ങനെ എല്ലാവരെയും ഒന്നും എടുക്കുമല്ല. കൈ കൊണ്ടാണോ അല്ല അതിൽ ലൈറ്റ് അടിച്ചിട്ടാണോ? ഇപ്പം ശ്രീചേച്ചി ഇപ്പം എന്തെല്ലാം ചെയ്യണ്ടേ ഇവിടെ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഒക്കെ അടിച്ച് ക്ലീനാക്കി ഈ സൈഡിൽ ലേശം പെയിൻറ്റിൻ്റെ പണിയുണ്ട്, അതും ഒക്കെ ചെയ്ത് പിന്നെ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യാനുണ്ട്. ഇതാ ഇവിടെയുള്ള പുല്ലും ഒക്കെ ഇപ്പോൾ ക്ലീനാക്കിയിട്ടേ ഇവിടുന്ന് പോകുന്നാണ് പറയുന്നത്. ഞാൻ മാണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഓരോരു ഇഷ്ടമല്ല, എന്നാ പോലെ ഐഡിയ പോലെ ചെയ്തോട്ടെ. പൈസ ഇങ്ങനത്തെ ഉള്ള തന്നാൽ മതി എന്നാ അതും പറയുന്നത്. അതും വേണ്ടിയാലോ, ഇങ്ങനെ ഒരു പണിക്കാരത്തിന് അവിടെ കിട്ടുമെന്നാ. ഞാൻ പൈസ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. പണ്ട് മാക്സി വാങ്ങിയിട്ട് തന്നെ കുറച്ച് കളിപ്പിച്ചിന്. അതുകൊണ്ട് ആദ്യം ഒരു 50 കൊടുക്കൂ, പിന്നെ ഒരു 25 റുപ്യ, എന്താ പിന്നെ ഒരു 30 റുപ്യ, അങ്ങനെയായി പൈസ കൊടുക്കരുത്. എല്ലാണ്ടോ അതാണ് പറയാം, നമുക്ക് അവസരം കിട്ടുമെന്ന് പറഞ്ഞു. അവസരം കിട്ടുമെന്ന് പറഞ്ഞിട്ടോ, ഇതാണ് അവസരം. ആ ഇന്നൊരു 30 ആട്ടോ തരൂ, ബാക്കി അടുത്ത ആഴ്ച. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ചേച്ചീനെ ഇങ്ങനെ സോപ്പിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നൈസായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക കേട്ടോ. എന്ത് ചെയ്യാൻ, അവിടെ അത്രക്കും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഈ കാർപ്പറ്റൊക്കെ എടുത്തു കഴിഞ്ഞിപ്പോൾ ഇവിടെ ഒരു കാർപ്പറ്റ് വാങ്ങണം. മീറ്ററിന് ഒരു 2-3 മീറ്റർ ഉണ്ടാവും. അത് കോലായിൽ നല്ലോണം ഒട്ടിക്കണം. പിന്നെ ഫ്രണ്ടിലൊക്കെ സീന തന്നെയാണ്, അടിച്ചു വരാനൊക്കെ ഉണ്ട്. ആകുമ്പോലൊക്കെ അവർ ചെയ്യട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ മാക്സിമം കഴിയട്ടെ. ഇനിയും നമ്മളും കൂടെ കുറച്ചൊക്കെ ചെയ്താലേ സെറ്റാവുക. ഒരുപാട് കാലമായില്ലേ ഒന്നും ചെയ്യാത്ത, അതുകൊണ്ടാണ്. ഹായ് ഗായ്സ്, ഭാര്യ വീട്ടിൽ നിന്നും ഹംസയാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഇങ്ങനെ റോഡും കൂടി വണ്ടിയെല്ലാം പോകുന്നതുകൊണ്ട് ഒച്ചപ്പാടെല്ലാം ഉണ്ടാവും കേട്ടോ. നമ്മളെ പോലെ അങ്ങ് മുകളിലൊന്നും അല്ലാതെ. അപ്പോൾ ഇവിടെ ഒന്ന് വന്നതിനും കുഞ്ഞിനെല്ലാം കണ്ടിട്ട് കുറച്ച് ദിവസമായി, അങ്ങനെ വന്നതിനും നമുക്ക് നവലെല്ലാം ഒന്ന് കാണും അല്ലേ. ഓക്കെ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. ഇവിടുത്തെ ആട് പെറ്റോ എന്നൊക്കെ ഒന്ന് ചോദിക്കണം. ആട്ടും പാലും കൂട്ടിയ ശേഷം ചായയും കുടിക്കണം. എന്തെല്ലാം ഉണ്ട് വിശേഷം? രാത്രി ഉറക്കമൊക്കെ ഉണ്ടോ? വാവ ഇന്നലെ ഉറങ്ങിനോ? ചെറിയ ഉറക്കിൻ്റെ വിഷയമുണ്ടല്ലേ. അപ്പോൾ എന്നിട്ട് അവനെ ഉറങ്ങാണ് കേട്ടോ. വാവ പറഞ്ഞ ഓ നല്ല ഉറക്കില്ല. മീസ എന്തല്ല ഈ ബാതിൽ വേഗം അടച്ച് പൂട്ടിയിടുന്ന്? അതിലെന്നാ രഹസ്യമായിട്ട് എന്നാ എന്തോ രഹസ്യം ഉണ്ടല്ലോ ഇവിടെ. ഇതെന്താ പൈപ്പോ വിൽക്കുവാനല്ലേ അത്? ഇത് എവിടെയാ ക്ലീനാക്കാൻ? ഇതെന്താ ഇല്ലല്ലോ, എന്തല്ലോ കേഷ്ലർ ടു എന്നാ ഗെയിമോ? പ്രൊഡക്റ്റ് എല്ലാം അവിടെ പോയി? എല്ലാം തീർന്നാ? ഭാര്യയുടെ കുറഞ്ഞിക്കല്ല ഇനി ഇപ്പൊ അത്ര ഇല്ലാലോ. അന്ന് ഫുള്ള് ബോക്സും കാര്യമല്ലേ ഇവിടെ. അന്ന് വന്നേരോ ഇനി പേടിപ്പിച്ചതായിരിക്കും അല്ലേ. ഇവളെ ഇവിടെ ആയതുകൊണ്ട് ആടെ ഫുള്ള് നല്ലോണം ഭാര്യയുടെ, അതുകൊണ്ട് പ്രശ്നമില്ല. ആ കോഴി അത് അങ്ങ് അർത്ഥമെന്ന് പറയാം. ഞാൻ അർത്ഥം തരാം. അതിനെയാ അത് അതിനെ കഴുത്തിൻ്റെ അടുത്ത് ഇതില്ലാത്തൊരു കോഴി, അത് അതിനെ വേറെ ഇറക്കാനാണ്. എന്താ പൂവാൻ കോഴിയോ? എന്താ ക്യാഷ് ഓൺ ഡെലിവറി അല്ലേനോ? എത്രയാ? 1712. ആ ആ ഇത് ഓപ്പൺ ചെയ്ത് ഓലും ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ.
ഓല് ഡെലിവറി ബോയ്സ് മാത്രമല്ലേ, പറ്റൂലെങ്കിൽ ഓലങ്ങ് എടുക്കൊന്നുമില്ല. റമീസ ഏതെന്താ ക്ലാസ്സാ? ഇതാ പ്രൊഡക്റ്റ് വന്നിക്ക്. ഓളോട് തന്നെ അൺബോക്സ് ചെയ്തു. അൺബോക്സ് ഒന്നും ഇല്ല, വലിച്ചിങ്ങ് തുറക്കുക തന്നെ. ഓക്കെ, ഇതത് തന്നെ, ഇത് പറ്റാത്തൊന്നുമില്ല, ഇത് സെറ്റാ. കപ്പാസിറ്റി ഒക്കെ ഉണ്ട് എല്ലാം ഓക്കെയാണ്. ഇവിടെ ഇങ്ങനെ അതിൻ്റെ സ്ക്രൂ ഒക്കെ ഉണ്ട്, പാട്ടയൊക്കെ ഉണ്ട് കേട്ടോ. പാട്ടയും അതൊക്കെ ഉണ്ട്, എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. വാവേനെ കുളിപ്പിക്കാനുള്ള സാധനം വന്നിരിക്കുകയാണ്. നല്ല വെയിറ്റ് അല്ല, നല്ല പ്ലാസ്റ്റിക് ആണല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഗസ്റ്റുകൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആക്കിയതിന്, പക്ഷേ ഗസ്റ്റുകളുടെ എണ്ണം കുറവാണ്. ഇത് മിന്നുവിൻ്റെ സുഹൃത്താണ്. പിന്നെ ഇവിടെ വീഡിയോ എടുത്ത് ഇവിടെ പുറേ കാറ്റുവാ. ഇല്ല, ഡയലോഗെല്ലാം എടുത്തോ എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് എവിടെയും പഠിച്ച 2ാം ക്ലാസ്സിലോ? പ്ലസ് ടു വരെ പഠിച്ചേ? അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളാണ്. ഓക്കെ, നീ ഇവിടെ അടുത്താ വീട്? എവിടെയാ? ഈസ്റ്റ് കേക്കോത്തല്ലേ? ഓക്കെ. ഇതാണ് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ നിങ്ങളെ കൂട്ടുന്നതിനെല്ലാം പറഞ്ഞേ. 10 ആള് പറഞ്ഞിട്ട് 10 ആള് പറഞ്ഞിട്ട് 4 ആളാ വന്നേ. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെല്ലാം കൂടി വാവേനെ കാണാൻ വന്നതാണ് കേട്ടോ. ഇത് JCI എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് നമ്മുടെ, അതിലുള്ള ആൾക്കാരാണ്. ഇത് സനിൻ, പിന്നെ സെബിൻ, പിന്നെ മുഹമ്മദ് സാറും വൈഫും ടീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ ബേബീനെയൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും വന്ന് ഒരുപാട് സന്തോഷമുണ്ട് അവരൊക്കെ വന്നതിൽ കേട്ടോ. എൻജിനീയറും അഡ്വക്കേറ്റ്സും ടീച്ചേഴ്സും ഒക്കെയാണ്. എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡും വലിയ പ്രൊഫഷനിലുള്ള ആൾക്കാരൊക്കെയാണ്. JCI എന്നുള്ള സംഘടനേൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അത് നമുക്ക് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടും. അവർ കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ? ഇതെന്തായിരിക്കും ഒന്ന് പൊളിച്ച് നോക്കട്ടെ. മാഷാ അല്ലാ, ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഇത്. സ്നഗ്ഗി, അതെ, പാമ്പേഴ്സ് പോലത്തെ. ഇത് ഏതാ ബ്രാൻഡ്? പ്രീമിയം ബ്രാൻഡാണ് കേട്ടോ. എന്തായാലും 75ഓളം പാൻസ് ഉണ്ട്. വലിയ സന്തോഷമായി. ഈ വരുന്നവർക്കൊക്കെ ഇത് കൊണ്ടുവന്നാൽ സുഖമായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ സ്നഗ്ഗി. അത് മനസ്സിലാക്കി കൊണ്ടുവന്നല്ലേ ഇവർ. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അവർ കൊണ്ടുവന്ന അടുത്ത ഗിഫ്റ്റ് ഇത് സ്റ്റാൻഡാണ് കേട്ടോ. ഇതാ ഫോട്ടോയിൽ കണ്ടില്ലേ, അതേപോലെയുള്ള ബേബീൻ്റെ പ്രൊഡക്ട്സ് ഐറ്റംസൊക്കെ വെക്കുന്ന സ്റ്റാൻഡാണ്. അത് പൊളിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ കുറച്ച് സമയം എന്തായാലും പിടിക്കും. എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട്, തിക്കോടി വരെ ഒരു ആവശ്യത്തിന് പോകേണ്ടതുകൊണ്ട് അതിപ്പോൾ പൊളിക്കുന്നില്ല കേട്ടോ. പിന്നെ പൊളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം, സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. പിന്നെ ഇത് സംഭവം അടിപൊളിയാണ്. എനിക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് ഇത് ഫിറ്റ് ചെയ്യാനുള്ള നേരെയില്ല. നിങ്ങൾ ഫിറ്റ് ചെയ്യും, ഞാൻ പോട്ടെ. എനിക്ക് അർജൻറ്റായിട്ട് തിക്കോടി വരെ പോകേണ്ടതുണ്ട്. ഒരാളുണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പോൾ സമയം 8 മണിയായി. എന്നാ പോട്ടെ. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ മിനുവിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിട്ടോ. എന്ത് ചെയ്യാൻ, ഇങ്ങനെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഓളെടുത്ത് വന്ന് നിൽക്കാനൊന്നും നേരം കിട്ടാത്ത അവസ്ഥയായി. എല്ലാം ലീവ് എടുത്തിട്ട് ഓളെടുത്ത് ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഇരിക്കണം. രാത്രി വരെ അല്ല, ഒരു ഫുൾ ദിവസം നിൽക്കണം ഓളെടുത്തും കുഞ്ഞിൻ്റെ അടുത്തും. നമ്മളിങ്ങനെ ഓടിയില്ലെങ്കിൽ നടക്കൂല കാര്യങ്ങളൊന്നും. കുറേ ബാധ്യതകളൊക്കെ ഉണ്ട്, എല്ലാം തീർക്കണമല്ലോ. അതുകൊണ്ടുള്ള ഓരോ ഓട്ടവും കാര്യങ്ങളൊക്കെ ആണ്. ഇവരൊരു കേക്കും കൂടെ തന്നിരുന്നു കേട്ടോ. അത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഇൻസ്റ്റയിലേക്ക് വേണ്ട രീതിയിൽ എടുത്തിനും. ഓക്കെ, കേക്ക് കട്ടിങ്ങും കാര്യമൊക്കെ ഇൻസ്റ്റയിലുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നാലും നാളെ കാണാം. ബൈ.